ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു ചിക്കൻ കബാബ് പരിചയപ്പെട്ടാലോ? ഇത് ഹെൽത്തിയാണ്. എസ്പെഷ്യലി റമദാനിൽ ഒരുപാട് പേര് ഒരുപാട് ഓയിലൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അതൊന്നും ചെയ്യാണ്ട് നമുക്കിതൊരു ഷാലോ ഫ്രൈ ആയിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് ചിക്കൻ കബാബ് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നത് വീഡിയോയിൽ കാണാം. അതിന് നമുക്ക് ചിക്കൻ, കൊറിയാണ്ടർ ലീവ്സ്, ഒനിയന്, പെപ്പർ, ഗാർലിക്ക്, അതേപോലെ സാൾട്ട്. ഇനി ഞാൻ വിശദീകരിക്കാം എന്തൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, എന്തൊക്കെ അളവിലാണ് എടുത്തിട്ടുള്ളതെന്ന്. ചിക്കൻ ഒരു 100 ഗ്രാമിൽ എടുത്തിട്ടുണ്ട്. അതേപോലെ അതിൽ നിങ്ങൾ ഒനിയൻ ഞാനൊരു ഹാഫ് പീസാണ് എടുത്തിട്ടുള്ളത്. ഹാഫ് പീസ് ഒനിയൻ. ഗ്രീൻ ചില്ലി ഒരു 2 പീസാണ് എടുത്തിട്ടുള്ളത്, ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ കൊറിയാണ്ടർ ലീവ്സ് ഒരു പൊടി എടുത്തിട്ടുണ്ട്. ജീര പൗഡർ, പെപ്പർ ഒരു ടേബിൾ സ്പൂണ്, ജീര പൗഡർ ഒരു ഹാഫ് ടേബിൾ സ്പൂണ്, ഗാർലിക്ക് കുറച്ച്, ഗാർലിക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണത്. ഗാർലിക്ക് മാത്രമല്ല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കിയത്. അതേപോലെ സാൾട്ട് ആവശ്യത്തിന്. ഒരു മിക്സി ജാറിലേക്ക് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു ബൗളിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കുക. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ റമദാനിൽ ഒരുപാട് ഓയിലൊക്കെ ഡീപ്പ് ഫ്രൈ ആണ് കൂടുതലായിട്ട് ആളുകൾ ചെയ്യുക. കൂടുതൽ എണ്ണയിലിങ്ങനെ മുക്കിയെടുത്തിട്ട് പൊരിക്കുന്ന പരിപാടികളൊക്കെ അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റ് കയറാതെ തന്നെ ഹെൽത്തി ആയിട്ട് നമുക്ക് ചിക്കനൊക്കെ കഴിക്കാൻ പറ്റും. കബാബായിട്ട് ഉണ്ടാക്കി കഴിക്കാം, പല രീതിയിലും ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മാറ്റി. അതുപോലെ ഞാനൊരു ഷെയ്പ്പറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കൈ കൊണ്ട് തന്നെ ഷെയ്പ്പൊക്കെ ആക്കിയിട്ട് വെക്കാൻ പറ്റും. ഞാനിവിടെ ഷെയ്പ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കൈ കൊണ്ടാക്കിയാലും ഓക്കെയാണ്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാമൊന്നും കുഴപ്പമില്ല. അതിനുശേഷം നമ്മളൊരു പാനിലേക്ക് ജസ്റ്റ് ഒലീവ് ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വളരെ കുറച്ച്, ഒരു 1 ടേബിൾ സ്പൂണിൽ 2, അതിൽ കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട. ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക, സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള, ഷേപ്പാക്കി വെച്ചിട്ടുള്ള ചിക്കൻ വെച്ച് കൊടുക്കുക. ഒരുപാട് ടൈമിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു 10-15 മിനിറ്റ് മതി. ചെസ്റ്റ് പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് സെറ്റാവും. ജസ്റ്റ് ഒന്ന് മറിച്ചിടുക. നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. നമ്മൾ എണ്ണക്കടികളൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെയൊക്കെ കഴിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഇതിൽ കാണുന്ന ഹുമ്മൂസ് ശരിക്കും ഹെൽത്തി ഹുമ്മൂസാണ്. അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഹുമ്മൂസ് ഉണ്ടാക്കാമെന്ന് അടുത്ത വീഡിയോയിൽ ഷുവറായിട്ട് ചെയ്യും. അപ്പോൾ നമ്മളെ ചിക്കൻ കബാബ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺ.